ഇന്നത്തെ ദിവസം ഞാനും ദാനിഷും എൻ്റെ മറ്റൊരു സുഹൃത്തായ പോലീസുകാരൻ കൂടിയായ കയ്യാമിൻ്റെ കൂടെയായിരുന്നു. അവൻ്റെ കല്യാണമാണ് ഈ ഞായറാഴ്ച. അപ്പം കുറച്ച് സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടി അവൻ വന്നാണ്. പൈസയൊക്കെ സെറ്റാക്കി ഞങ്ങൾ നേരെ കോഴിക്കോട് ജില്ലയിലെ NGO ക്വാർട്ടേഴ്സിനടുത്തുള്ള പോലീസ് ക്യാൻറ്റീനിലേക്കാണ് പോയത്. അവിടേക്ക് പോകുന്ന വഴിക്കാണ് അവൻ പറഞ്ഞത് ഇവിടെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിലാണ് എല്ലാ സാധനവും കിട്ടുക എന്നുള്ളത്. ഇത് പോലീസുകാർക്ക് മാത്രമേ ഈ പ്രൈസിൽ സാധനം കിട്ടുകയുള്ളൂ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. നേരെ അവൻ്റെ ഒരു കാർഡ് അവിടെ ആദ്യം കാണിച്ചു. അതിനുശേഷം ആദ്യം കിടക്കയുള്ള ഭാഗത്തേക്കാണ് പോയത്. അപ്പോൾ കിടക്കയും കാര്യങ്ങളൊക്കെ നോക്കി. കിടക്കയും അതുപോലെ തന്നെ AC വാങ്ങാനാണ് ഞങ്ങൾ പ്രധാനമായിട്ടും അങ്ങോട്ട് വന്നത്. എല്ലാ സാധനവും അവർക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിലാണ് കിട്ടുക. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഇതെല്ലാം ഒന്ന് നോക്കി കാണാമെന്ന് വിചാരിച്ചു. അവനവിടെ നിന്ന് കിടക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മുകളിൽ പോയി നോക്കിയ സമയത്താണ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയതുപോലെ എല്ലാ ഐറ്റംസും അവിടെ നമുക്ക് കാണാൻ കഴിയും. പച്ചക്കറി അല്ലാത്ത ഒട്ടുമിക്ക ഐറ്റംസും എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇത് മുകളിൽ കയറിയപ്പോൾ എനിക്ക് വളരെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇത് ഫീൽ ചെയ്തത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഫാനുണ്ട്, അതുപോലെ തന്നെ സ്വിച്ച് ഉണ്ട്, ടയറ്, അതുപോലെ പൈപ്പ്, ഷൂസ്, കുറച്ച് ഡ്രസ് ഐറ്റംസ് ഉണ്ട്. അവിടെ മുണ്ടുകളുണ്ട്. ഇതൊക്കെ തന്നെ അവർക്ക് ലഭിക്കുന്നത് പ്രൈസ് കുറഞ്ഞിട്ടായിരിക്കും. ഇഷ്ടംപോലെ ഇങ്ങനെ ഡ്രസ്സുകളുണ്ട്. പിന്നെ പാത്രങ്ങളാണുള്ളത്, ധാരാളം അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം പാത്രങ്ങൾ. അത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമുണ്ട്, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി, അത്രയേറെ ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പാലും അനുബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ബെൽറ്റ് ഉണ്ട്, പിന്നെ എല്ലാ തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളുണ്ട്, കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ എല്ലാ ബ്രാൻഡുകളുടെയും സോപ്പ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള ഉജാല, അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും ഐറ്റംസ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ ബാഗ്, പുസ്തകം, ട്രാവൽ ബാഗും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉണ്ട്, മൊബൈൽ ഫോൺ വരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ നേരെ ബില്ലിങ്ങിലേക്ക് പോയി. ബില്ലിംഗ് സ്റ്റാഫ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ബില്ലൊക്കെ അടിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ ആ കാർഡ് വീണ്ടും അവിടെ കാണിച്ചു. തുടർന്ന് അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ നോക്കിയിട്ടൊരു ചെക്കിങ്. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങിയത്. ആദ്യം ഞങ്ങൾ വണ്ടിയിൽ AC കയറ്റി. അതിനുശേഷം ഞങ്ങൾ ബെഡ് മുകളിൽ കെട്ടിവെച്ചു. തുടർന്ന് ഞങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് തന്നെ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ചെടിയും കൂടി വാങ്ങി. അവന് കുറച്ച് ചെടി വേണമെന്ന് പറഞ്ഞു. ആ ചെടിയും കൂടി വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചത്.